ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വൺ, ഇൻഫർമേഷൻ റിട്രീവൽ ടേം മുന്നോട്ട് വെച്ചത് ആരാണ്? കാൽവിൻ മൂർസ്. 1950 കാൽവിൻ മൂർസ് ഈ ടേം കോയിൻ ചെയ്തത്. ഹി വാസ് എൻ അമേരിക്കൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ്. അദ്ദേഹം തൻ്റെ കമ്പനിയായ സാറ്റോർ കമ്പനി പബ്ലിഷ് ചെയ്ത ഒരു ടെക്നിക്കൽ ബുള്ളറ്റിനിലാണ് ഈ ടേം ആദ്യമായിട്ട് യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ആസ്ക് പ്രിൻസിപ്പിൾ ഈസ് റിലേറ്റഡ് ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് റോൾസിന് ആവശ്യമായ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാനും മാനേജ്മെൻറ്റ് മെത്തേഡ്സ് ഇവാലുവേറ്റ് ചെയ്യാനുമാണ് ആസ്ക് പ്രിൻസിപ്പിൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത്. എഫക്റ്റീവ് മാനേജ്മെൻറ്റിനും പേഴ്സണൽ മാനേജ്മെൻറ്റിനും എസെൻഷ്യലായ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത് മൂന്നും ആവശ്യമാണ്. നെക്സ്റ്റ്, ആർക്കൈവ് ഈസ് എ. നമ്മൾ ആർക്കൈവ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതിന് സ്പെല്ലിംഗ് വരുന്നത് ARXIV. ആർക്കൈവ് ഈസ് എ റെപ്പോസിറ്ററി ഓഫ് ഇലക്ട്രോണിക് പ്രീ പ്രിൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് പേപ്പേഴ്സ്. സയൻറ്റിഫിക് പേപ്പേഴ്സിൻ്റെ ഇലക്ട്രോണിക് പ്രീ പ്രിൻറ്റുകളും പോസ്റ്റ് പ്രിൻറ്റുകളും, അതായത് ഈ പ്രിൻറ്റ്സ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ ആക്സസ് റെപ്പോസിറ്ററിയാണ് ആർക്കൈവ്. 1991 ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറിയിൽ വെച്ചാണ് പോൾ ജിൻസ്ബർഗ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോർണൽ യൂണിവേഴ്സിറ്റിയാണ്. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, ആസ്ട്രോണമി, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ബയോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, ഫിനാൻസ്, ഇക്കണോമിക്സ് എന്നീ ഫീൽഡിലെ സയൻറ്റിഫിക് പേപ്പേഴ്സാണ് ഇതിൽ കവർ ചെയ്തിട്ടുള്ളത്. ഇത് ഓൺലൈനായിട്ടും ആക്സസിബിൾ ആണ്. നെക്സ്റ്റ്, ദ ടേം സൈബർ സ്പേസ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ വില്യം ഗിബ്സൺ. 1982 പബ്ലിഷ് ചെയ്ത ബേണിംഗ് ക്രോം എന്ന ഷോർട്ട് സ്റ്റോറിയിലാണ് വില്യം ഗിബ്സൺ സൈബർ സ്പേസ് എന്ന വാക്ക് ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. കമ്പ്യൂട്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വെർച്വൽ ലോകത്തെ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അദ്ദേഹം ഈ വേർഡ് യൂസ് ചെയ്തത്. നെക്സ്റ്റ്, ഹൈപ്പർ ടെക്സ്റ്റ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന ടേം കോയിൻ ചെയ്തത് ആരാണ്? ടെഡ് നെൽസൺ. 1965 ടെഡ് നെൽസൺ ഹൈപ്പർ ടെക്സ്റ്റ് ടേം കോയിൻ ചെയ്തത്. വായനക്കാർക്ക് ഒരു ടോപ്പിക്കിൽ നിന്ന് മറ്റൊരു ടോപ്പിക്കിലേക്ക് ഈസിയായി പോകാൻ കഴിയുന്ന തരത്തിൽ ടെക്സ്റ്റുകൾ കണക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു വേ ഡിസ്ക്രൈബ് ചെയ്യാനാണ് അദ്ദേഹം ഇത് യൂസ് ചെയ്തത്. അതായത് ലിങ്കിങ് ഓഫ് ടെക്സ്റ്റ്, റീഡേഴ്സിന് റിലേറ്റഡ് പീസസ് ഓഫ് ഇൻഫർമേഷൻ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സ്. പിന്നീട് ഈ ആശയമായിരുന്നു ടിം ബെർണേഴ്സ്ലി അദ്ദേഹത്തിൻ്റെ ക്രിയേഷനായ വേൾഡ് വൈഡ് വെബിൻ്റെ വൺ ഓഫ് ദ കീ ഫൗണ്ടേഷൻ ആയത്. നെക്സ്റ്റ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന കോൺസെപ്റ്റ് ഏത് ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിലാണ് വരുന്നത്? നമുക്കറിയാം, 5th ജനറേഷനിൽ. 1980s 5th ജനറേഷൻ്റെ തുടക്കം. 5th ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് മെഷീൻ ലേണിംഗ്, എക്സ്പേർട്ട് സിസ്റ്റംസ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ്, പാരലൽ പ്രോസസ്സിംഗ് തുടങ്ങിയ AI ടെക്നോളജീസ് ഉപയോഗിക്കുന്നതിനാണ് എയിം ചെയ്തിരുന്നത്. മനുഷ്യൻ്റെ ബുദ്ധിശക്തി പോലെ ഇൻ്റലിജൻ്റായി ചിന്തിക്കാനും ഡിസിഷൻസ് എടുക്കാനും കഴിവുള്ള സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനായിരുന്നു 5th ജനറേഷൻ്റെ മെയിൻ എയിം. നെക്സ്റ്റ്, മോഡ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട്സ് കൊണ്ടുവന്നത് ആരാണ്? SR രംഗനാഥൻ. മോഡ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട്സ് എന്നത് 1950 SR രംഗനാഥൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത തിയറിയാണ്. യൂണിവേഴ്സ് ഓഫ് നോളജിൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന സബ്ജക്ട്സിൽ നിന്ന് പുതിയ സബ്ജക്ട്സ് എങ്ങനെയാണ് എമേർജ് ചെയ്തു വരുന്നത് എന്നാണ് ഈ തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. 7 മോഡ്സ് ഓഫ് ഫോർമേഷൻ ഓഫ് സബ്ജക്ട്സ് ആണ്: ഫിഷൻ, ഡിസെക്ഷൻ, ഫ്യൂഷൻ, ഡെന്യൂഡേഷൻ, ലാമിനേഷൻ, ലൂസ് അസംബ്ലേജ്, ഡിസ്റ്റിലേഷൻ. നെക്സ്റ്റ്, പ്ലോൺ, ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഈസ് യൂസ്ഡ് ഫോർ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം. പ്ലോൺ ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഇത് സോപ്പ് ആപ്ലിക്കേഷൻ സെർവർ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു CMS ആണ്. വെബ്സൈറ്റുകളിലെയും സ്ഥാപനങ്ങളുടെയും ഇൻട്രാനെറ്റുകളിലെയും കണ്ടൻസ് മാനേജ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും ഇത് വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത് പ്ലോണിൻ്റെ ഹോം പേജാണ്. നെക്സ്റ്റ്, ലോ ഓഫ് പാഴ്സിമണി എന്തിനായിട്ട് റിലേറ്റഡ് ആണ്? ഓവറോൾ എക്കോണമി. ലോ ഓഫ് പാഴ്സിമണി ഓർ പ്രിൻസിപ്പിൾ ഓഫ് എക്കോണമി എന്നത് റിസോഴ്സസ് പാഴാക്കാതെ ഏറ്റവും എഫിഷ്യൻറ്റും ചെലവ് കുറഞ്ഞ രീതിയിലും ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. ഷോർട്ടാക്കി പറഞ്ഞാൽ പാഴാക്കൽ ഒഴിവാക്കി റിസോഴ്സസ് മിതമായി ഉപയോഗിക്കുക എന്നാണ് ലോ ഓഫ് പാഴ്സിമണിയുടെ ആശയം. നെക്സ്റ്റ്, ISO 9660 ഈസ് റിലേറ്റഡ് വിത്ത് സ്റ്റാൻഡേർഡ് ഫോർ എൻകോഡിംഗ് ഡാറ്റ ഓൺ CD-ROM. CD-ROMകളുടെ ഫയൽ സിസ്റ്റം ഡിഫൈൻ ചെയ്യുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ് ISO 9660. ഒരു CD-ROMൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ
വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുള്ള കമ്പ്യൂട്ടേഴ്സിൽ വായിക്കാൻ ഈ സ്റ്റാൻഡേർഡാണ് സഹായിക്കുന്നത്. This standard is widely used in libraries, information centers and software distribution to store and share digital data reliably. Next, cataloging and publication. Program introduce ചെയ്തത് ആരാണ്? ലൈബ്രറി ഓഫ് കോൺഗ്രസ്. 1971 ലൈബ്രറി ഓഫ് കോൺഗ്രസ് കാറ്റലോഗിംഗ് ആൻഡ് പബ്ലിക്കേഷൻ പ്രോഗ്രാം ഇനിഷ്യേറ്റ് ചെയ്തത്. The program provides pre-publication bibliographical records for books. ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ബിബ്ലിയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് തയ്യാറാക്കി പബ്ലിഷേഴ്സിന് നൽകുന്നുണ്ട്. പ്രസിദ്ധീകരണത്തിന് മുമ്പ് തയ്യാറാക്കുന്ന വിവരങ്ങളെയാണ് CIP എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ ലൈബ്രറിയന്മാർക്കും ബുക്ക് വെൻഡേഴ്സിനും പുസ്തകം പുറത്തിറങ്ങിയ ഉടനെ തന്നെ അത് അവരുടെ കളക്ഷനിലേക്ക് എളുപ്പത്തിലും കറക്റ്റായും ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ലൈബ്രറി RFID സിസ്റ്റത്തിനുള്ള ISO സ്റ്റാൻഡേർഡ് ഏതാണ്? ISO 28560 സീരീസ്. ലൈബ്രറികളിലെ RFID റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷനായുള്ള ഡാറ്റ മോഡല്, എൻകോഡിംഗ്, കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സ് എന്നിവ ISO 28560 സീരീസിലാണ് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് സ്ലൈഡിൽ ISO 28560യുടെ മെയിൻ പാർട്സാണ് കൊടുത്തിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് വെച്ചോളൂ, റിവൈസ് ചെയ്യുമ്പോൾ ഇതുകൂടെ ഇൻക്ലൂഡ് ചെയ്ത് പഠിച്ചാൽ ഉപകാരപ്പെടും. നെക്സ്റ്റ്, ഇൻഫർമേഷൻ സോഴ്സസിനെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സോഴ്സസായി തരംതിരിച്ചത് ആരാണ്? ഗ്രോഗൻ. ഡെന്നിസ് ഗ്രോഗൻ തൻ്റെ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ദ ലിറ്ററേച്ചർ എന്ന ബുക്കിലാണ് ഇൻഫർമേഷൻ സോഴ്സസിനെ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി സോഴ്സസ് എന്ന് കാറ്റഗറൈസ് ചെയ്തത്. നെക്സ്റ്റ്, വിദ്വാൻ ഡാറ്റാബേസ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇൻഫ്ലിബ്നെറ്റ്. വിദ്വാൻ ഇന്ത്യയിലെ റിസർച്ചേഴ്സ്, സയൻറ്റിസ്റ്റുകൾ, ഫാക്കൽറ്റീസ് എന്നിവരുടെ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു നാഷണൽ എക്സ്പേർട്ട് ഡാറ്റാബേസ് ആണ്. ഇൻഫ്ലിബ്നെറ്റ് സെൻ്ററാണ് UGCയുടെ അണ്ടറിൽ വികസിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത്. ഇതിൻ്റെ പേർപ്പസാണ് ടു പ്രൊവൈഡ് എ കോംപ്രിഹെൻസീവ് പ്രൊഫൈൽ ഓഫ് എക്സ്പേർട്സ് ആൻഡ് റിസർച്ചേഴ്സ് ഇൻ വേരിയസ് ഡിസിപ്ലിൻസ്, ടു ഫെസിലിറ്റേറ്റ് റിസർച്ച് കൊളാബറേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ്, ടു സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ലൈക്ക് IRINS, ഇന്ത്യൻ റിസർച്ച് ഇൻഫർമേഷൻ സിസ്റ്റം. നെക്സ്റ്റ്, ദ റാംപൂർ റാസ ലൈബ്രറി വാസ് ഫൗണ്ടഡ് ബൈ നവാസ് ഫൈസുള്ള ഖാൻ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലൈബ്രറിയുടെ പേരും അതിൻ്റെ ഫൗണ്ടറിനെയും അറിഞ്ഞിരിക്കണം. റാംപൂർ റാസ ലൈബ്രറി ഉത്തർപ്രദേശിലെ രാംപൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 18ാം നൂറ്റാണ്ടിൽ നവാബ് ഫൈസുള്ള ഖാനാണ് സ്ഥാപിച്ചത്. അറബിക്, പേർഷ്യൻ, ഉറുദു, ടർക്കിഷ് ഭാഷകളിലെ കയ്യെഴുത്ത് പ്രതികളും റയർ പെയിൻറ്റിങ്സ്, ഇസ്ലാമിക് കാലിഗ്രഫി, ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻറ്റ്സ് എന്നിവയുടെ റിച്ച് കളക്ഷൻ കൊണ്ടാണ് ഈ ലൈബ്രറി അറിയപ്പെടുന്നത്. ഇത് പിന്നീട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കൺട്രോളിലായി പ്രവർത്തനം. ഇപ്പോൾ മിനിസ്ട്രി ഓഫ് കൾച്ചറാണ് ഇത് മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ പാർട്ടിൽ കവർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം.